നടനും BJP നേതാവുമായ ജി കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും നൽകിയ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികൾ ഒളിവിലെന്നും പോലീസ്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാരാണ് സാമ്പത്തിക തിരിമറി തെളിഞ്ഞതോടെ ഒളിവിൽ പോയത്. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീക്കം തുടങ്ങി. വനിതാ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നും 66 ലക്ഷം രൂപ QR കോഡ് വഴി എത്തിയതായി പോലീസ് കണ്ടെത്തി. ഇത് സംബന്ധിച്ച് മൊഴിയെടുക്കാനായി പോലീസ് ഇവരുടെ വീടുകളിലെത്തിയെങ്കിലും ഇവർ സ്ഥലത്തില്ലായിരുന്നു. ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും പ്രതികൾ ഒളിവിൽ പോയതോടെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചു. പണം അക്കൗണ്ടിലെത്തിയെങ്കിലും ഈ പണം എങ്ങനെ ചെലവാക്കിയതെന്ന് കണ്ടെത്തിയിട്ടില്ല. ഇതിനായി ഇവർക്ക് അക്കൗണ്ടുകളുള്ള ബാങ്കിൽ നേരിട്ടെത്തി ഇന്ന് പോലീസ് പരിശോധന നടത്തും. ഓഡിറ്ററെ ഉപയോഗിച്ച് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കും. ദിയ കൃഷ്ണയുടെ സ്ഥാപനം നികുതി അടച്ചതിനുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. ഇതിനിടെ കൃഷ്ണകുമാറിന് പിന്നാലെ വനിതാ ജീവനക്കാരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചു. സ്ഥാപനത്തിൽ കഴിഞ്ഞ 1 വർഷത്തോളമായി ഓഡിറ്റ് നടത്തിയിരുന്നില്ലെന്നും 69 ലക്ഷം രൂപ തിരിമറി നടത്തിയെന്ന പരാതി വ്യാജമാണെന്നും വനിതാ ജീവനക്കാരുടെ അഭിഭാഷകൻ മുഹമ്മദ് ഉനൈസ് 24-നോട് 9-10 മാസമായിട്ട് നമ്മൾ എന്തുകൊണ്ട് അവിടുത്തെ കണക്കെടുപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളത് എന്താണ് ഒരു ചോദ്യമാണ്. നമുക്ക് പകുതി പോയിട്ട് ഒരു ഏകദേശം ഒരു 27 ലക്ഷം നമുക്ക് ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ട്രാൻസാക്ഷൻ നടന്നു. പക്ഷേ ഈ പൈസ അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ശമ്പളം കഴിഞ്ഞുള്ള പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്, അവരുടെ മൊഴിയിലുണ്ട്. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജീവനക്കാർ നൽകിയ തട്ടിക്കൊണ്ടുപോകൽ പരാതി കൗണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതിയെന്നാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം. 24 തിരുവനന്തപുരം.